ഹായ് ചെങ്ങന്മാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പോലെ എന്താ ചായക്ക് കടി? ഇഡ്ഡലിക്ക് എന്താ? ചട്ടിനി. അതിൻ്റെ പനി ഇപ്പോൾ ശരിക്കും മാറിയിട്ടില്ല. ഒക്കെ ഇന്നലെ രാത്രിയൊക്കെ പനിച്ചു എന്നാണ് പറഞ്ഞത്. ഞാൻ തന്നെ ഉണ്ട് ഇഡ്ഡലി എടുക്കേണ്ടി. രാവിലെ എണീറ്റിട്ട് കഴിക്കുക എന്നുള്ളത് ഭയങ്കര എന്താ പറയുക ബുദ്ധിമുട്ടാണ്. ഇപ്പം കഴിക്കാൻ തോന്നൂല, കുറച്ച് കഴിഞ്ഞിട്ടേ തോന്നുള്ളൂ. അപ്പോഴേക്ക് സമയം ഒരു 10 മണി 11 മണിയൊക്കെ ആവും. ഇപ്പം സമയം 9:05. ചായ കുടിച്ചിട്ട് നമുക്ക് തന്നെ ഇറങ്ങാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, ലൈക്ക് എടുക്കാൻ, കമൻറ്റ് ചെയ്താൽ മറക്കരുത്. ചെറിയ ഓട്ടോ ലൈഫാണ്. വലിയ ഓട്ടോ ലൈഫുകൾ വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യുക. ഈ മാസം കൂടി കഴിഞ്ഞാൽ നമ്മളുടെ യാത്ര നമ്മൾ ആരംഭിക്കുന്നതാണ്. അതിൽ വേറെ സംശയമൊന്നും ഇതുവരെ ഇല്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം അല്ലേ. എന്നാ ചായ കുടിക്കല്ലേ? എന്നാൽ സ്കൂളിൽ പോകണ്ടോ? ഇല്ല, നാളെ പോകല്ലേ മാറിയിട്ട്. നമ്മൾക്ക് കൈനീട്ടം കിട്ടിയിട്ടുണ്ട്. കൈനീട്ടം കിട്ടി. കൈനീട്ടം 70 രൂപയാണ് ട്രിപ്പായിരുന്നു. സ്റ്റാൻഡിലായിരുന്നു. സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ വണ്ടി ബാക്കിൽ കൊണ്ട് നിർത്തി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കൊക്കെ നമുക്ക് കിട്ടി എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ സമയം 9:45. ട്രിപ്പ് അവസാനിക്കുന്ന നേരം 9:45. ഏതായാലും രാവിലത്തെ ആ ഒരു കൈനീട്ടം അത് ഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഒരു ട്രിപ്പും കൂടി ഉണ്ട്. എന്ന് പറയുമ്പോൾ ഒരു വാതിൽ കൊണ്ടുപോകാണ്ട്. അത് പെങ്ങളെ വീട്ടിലേക്കാണ്, എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ്. ഞാനിപ്പോൾ ഡോർ എടുക്കാൻ വേണ്ടി വന്ന ആ കാണുന്ന വൈറ്റ് ഡോറാണ് നമുക്ക് കൊണ്ടുപോകാനുള്ളത്. ഇപ്പം ഇതിലൊക്കെ ഡോറുകളുണ്ട്. വണ്ടിൻ്റെ മേലെ വെച്ച് കൊണ്ടുപോകേണ്ടി വരും. പൊളി പരിപാടിയാണ്. അങ്ങനെ നമ്മൾ എത്താനായിട്ടുണ്ട് നമ്മളുടെ പെങ്ങളുടെ വീട്ടിലേക്ക്. വീട്ടിലേക്കട് പോവില്ല വണ്ടി, അതാണ് വിഷയം. വണ്ടി പോവില്ല എന്ന് പറയാൻ കാരണം വഴിയൊക്കെ ഉണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ പോവില്ല. അളിയുണ്ട് റോഡിലേക്ക്. പോകും. ഇതാണ് ശരിക്കും അവരോട്ടേക്കുള്ള വഴി. പക്ഷേ ഇത് ആ പാടത്ത് കൂടെ ആയതുകൊണ്ട് പോവില്ല. ഏതൊരു വീട്ടിലിറക്കിയേക്കാറ്. ഈ വീട്ടിലാണ് ആർക്കേക്ക്. ഏത് വീട്ടിലാ? ഈ വീട്ടിലോ? വെള്ളാമ്പ്രാണ്. ടൈറ്റേക്കാരം കെട്ട്. ഇത് കത്തിയെടുക്കണം ഞാൻ പറയണം കരുതിന്, നടന്നില്ല കേട്ടോ. നമ്മളെ അളിയനൊന്ന് കാണുമോ? കത്തി ഇവിടെ നിന്ന് കിട്ടുമോ? ഇവിടെ ലൂസായിരുന്നു. ഇവിടുന്ന് ഇട്ട് നോക്കി. ഈ സൈഡിൽ നിന്ന് ഇവിടുന്ന് കിട്ടും. ഇതിന് എത്രയായി മൊത്തം? 2000. മൊത്തം 2000. ഞാൻ ഇപ്പൊ 1140 ഒരുക്ക് ചെയ്തു. വലുതാണല്ലേ? ഇത് ഫുള്ള് റബ്ബറാ. നിങ്ങൾക്ക് ഇപ്പൊ ടാപ്പിംഗ് ഉണ്ടോ? നെറ്റിന്റെ പണി അത് പോകുന്നില്ല. സ്ലോപ്പൊന്നുമില്ലല്ലോ. പാടത്തെ കൂടെ അല്ല കളിയല്ലേ. ഇവിടെ ഒരു 3 വീടുണ്ട്. ഇതെന്ന് ഈ റോഡൊക്കെ ഒന്ന് റെഡിയാക്കാം. ഇതിലിങ്ങനെ ചെറിയൊരു തോടൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നൊക്കെ നമ്മളെ കുട്ടികൾ മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്താ നല്ല മണലൊക്കെ ഉണ്ട്. ഇവർ മണലൊക്കെ ഇവരൊക്കെ ഉണ്ട്. ഇതാണ് പെങ്ങളെ വീട്. പുതിയ വീട് ഇപ്പോൾ കയറ്റിയിട്ടുള്ളൂ. പക്ഷെ പണികൾ ഫുള്ളായിട്ടില്ല. ഇപ്പോൾ ജനൽ കാര്യങ്ങളൊക്കെ വെച്ച് ലൈറ്റൊക്കെ റെഡിയാക്കി തേക്കാണ്ട്. പക്ഷേ എങ്കിൽ ഇപ്പോൾ തൽക്കാലം ഷെഡിട്ടി നിൽക്കണ്ടെന്നുള്ളതുകൊണ്ട് ഇതിനകത്ത് തന്നെയാണ് താമസിക്കണേ അല്ലേ. 2 റൂം, അടുക്കള. ചായ വേണ്ട, ടാമ്പ് പോട്ടോ. അന്നെ എടുക്കുക. ചേച്ചിനെ കണ്ടിക്കണ
ഒക്കെ കസിൻസാണ്. വലിയേച്ചിയാണെങ്കിലേ ഹായൊക്കെ തരും. ചേച്ചിക്കൊക്കെ മടിയാണ്. കുറേ ആൾക്കാർക്ക് ക്യാമറ ഷൈ എന്ത് ചെയ്യാ. അതെന്താ പാലോ? ഇവിടെ ഡെയിലി പാലൊക്കെ എടുത്തുണ്ട്. സെറ്റപ്പല്ലേ? അതാണ്, നല്ല അടുക്കള ആകുമ്പോ പാലൊക്കെ വേണം. ഇത് ചൂടാവും. ഗ്യാസ് കഴിഞ്ഞേ. ഇവിടുത്തെ തോട്, ഇവിടുത്തെ കുളിക്കടവ്. യോഗ അടഞ്ഞൂലേ? കുറച്ചും കൂടി നല്ല വലിയ പെരലുണ്ടല്ലോ. ഈ മണലോ കോരിക്കൂടെ? അല്ല, അതായത് തേക്കാനേ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കുക. അല്ല എന്താ പറ്റുക? ഇതൊരു ചാലാണ്, തോട് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഫുള്ളായിട്ട് തെങ്ങ് കഴുങ്ങ് അങ്ങനെയൊക്കെയുള്ള ഒരു പാടം. ഇതിൻ്റെ അവിടെ ഇങ്ങനെ ആയിട്ടൊരു കുളമൊക്കെ ഉണ്ട്. പോണ വഴിക്ക് കാണാം. പക്ഷേങ്കിൽ ആ ഫുള്ള് പായൽ. എന്താ ആ കുളമൊക്കെ ഒന്ന് ക്ലീൻ ആയിക്കൂടെ? ആ, അപ്പം എല്ലാവർക്കും പൈപ്പ് വെള്ളമൊക്കെ വീടിൻ്റെ മുറ്റത്തേക്ക് എത്തിയപ്പോഴേ കുളത്തിന് വില ഇല്ലാതെ ഇതിലെ വണ്ടി വരേണ്ടതാണ്. വേനൽക്കേ വരുള്ളൂ. മണ്ണിട്ട് പൊന്തിച്ചുണ്ടാക്കണം. 11:45 ഫസ്റ്റ് ഗ്യാപ്പിലാണ്. സ്റ്റാൻഡൊക്കെ ഒരു ശൂന്യതയാണ്. ശൂന്യത നോക്കണ്ട. നമ്മളൊക്കെ ചായ കുടിക്കണം. ഞാൻ രാവിലെ 2 ഇഡ്ഡലി വെച്ചാൽ പിന്നെ പെങ്ങളാറിന് ചായ കുടിച്ചൊരു ഗ്ലാസ് ചായ കുടിച്ചു. പക്ഷെ ഒന്നും വയറ്റിക്ക് കനുള്ള രീതിയിലൊന്നും ചെന്നിട്ടില്ല. അപ്പം ചായ കുടിക്കണം. ഈ ഒരു ട്രിപ്പ് കഴിയട്ടെ. 11:45 ഞാനേ മുന്നിൽ നിന്നിട്ട് എനിക്ക് കിട്ടിയത് ഒരു ഹോസ്പിറ്റല്, ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കായിരുന്നു. അത് കഴിഞ്ഞപ്പം ഇനി ചായ കുടിക്കും. ചായ 12 മണിക്ക് 5 മിനിറ്റ്. ഇപ്പം ചായ കുടിച്ച ചോറിനുണ്ട്. അതാണ് പ്രശ്നം. ചായ കുടിക്കാറുള്ളത് മെയിനായിട്ട് ഒരു പൊറാട്ട എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അല്ലെങ്കിൽ ഒരു ദോശ, ഒരു വെള്ളപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം. പൊറാട്ടൻ്റെ ആളാണ് ഞാൻ. പൊറാട്ടയാണ് ഇഷ്ടം. അപ്പോൾ ഒന്നൊക്കെ തിന്നലുള്ളൂ. 2 ഞാൻ തിന്ന കാലം മറന്നു. ഇതിനോട് കയറി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡിക്കട കയറാം. സ്റ്റാൻഡിക്കട കയറിയാൽ സ്റ്റാൻഡിൽ നമ്മളുടെ ഹോട്ടലുണ്ട്, മദീന ഹോട്ടലിൽ പോയാൽ പൊറാട്ടയും പേയ്ക്കും. ഞങ്ങളങ്ങനെ പറയും. ഒരു പൊറാട്ടയ്ക്ക് കുറച്ച് കറി വെച്ച് തരുന്നതിന് ഞങ്ങൾ പറയുന്നത് പൊറാട്ടയും പേയ്ക്കും. വീട്ടിക്കൽ നാളെടുത്തിട്ട് തന്നെ കൊയ്ഞ്ഞിരിക്കണമെന്നാണ് ആരാധകരെ കൊണ്ട്. ചായ കുടിച്ചപ്പോഴ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ലൈനില് വണ്ടികളെന്താ അവസ്ഥ? അത്യാവശ്യം വണ്ടി ഉണ്ട് കേട്ടെന്ന്. വണ്ടികളുണ്ട്. ഈ വലിയ വണ്ടികളുടെ ബാക്കിലാവുമ്പോൾ നമ്മൾക്ക് എന്തായാലും ട്രിപ്പ് ഭയങ്കര പ്രതീക്ഷയാണ്. ശരിയാട്ടാ. കാരണം എന്താ വെച്ചാല് വലിയ വണ്ടികളാവുമ്പോ സാധനങ്ങളല്ലാത്ത ആൾക്കാരുണ്ട്. സിംഗിളായിട്ട് പോകുന്നവരൊക്കെ അവർക്കൊന്നും വലിയ റെങ്കില്ല. വലിയ വണ്ടി ആവുമ്പോഴേ ഇത്രയും വലിയൊരു ഇങ്ങനെ പോകണ്ടേ ഒരാളൊറ്റയ്ക്ക്. അപ്പൊ അതിന് നമ്മളെ ചെറുകിടക്കാരെ വിളിക്കും. അപ്പൊ നമ്മൾക്കൊരു മുൻഗണന കിട്ടും പല ബാക്കിലൊക്കെ ആവും. വേറെ ഒന്നേക്കണം ഞങ്ങൾക്ക് മുൻഗണന കിട്ടും പറഞ്ഞാണ്ട് ആ വണ്ടിന്റെ ബാക്ക് വന്നൊരു താത്ത തുറന്നു നോക്കിയിട്ട് ആ വണ്ടി വിളിച്ചോട്ട് പോയി. സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിലും വലത്തന്നെ കിട്ടണം. ഒരിക്കും മുൻഗണന കൂടുതലായി. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞാലേ പള്ളിയൊക്കെ തുടങ്ങും. അപ്പൊ നമുക്ക് ട്രിപ്പ് ഉണ്ട് ഇവിടുന്ന്. അങ്ങാടിയിൽ തന്നെയാണ് ഇവിടെ ഈ ഒരു കാണുന്ന വീട്ടിൽ. മുമ്പൊക്കെ വെള്ളിയാഴ്ച ആയാല് ഈ ഒരു നേരത്തെ എനിക്ക് ഒരു 5-6 പള്ളി ട്രിപ്പെങ്കിലും ഉണ്ടാവും. 5-6 പള്ളി ട്രിപ്പ് എന്ന് പറയുമ്പോൾ 30 രൂപ തന്നെ ഉണ്ടാവുക. പക്ഷേങ്കിൽ അത് ഇന്ന് പോലീസുകാരില്ല കേട്ടോ സെൻറ്ററിൽ. നമ്മളുടെ ഐഡിയ നമ്മൾ വണ്ടികൾ വരുന്നത് നോക്കണം. നമുക്ക് പോകാൻ ഗ്യാപ്പാണോ നോക്കണം. അല്ലാതെ കുത്തിത്തിരിഞ്ഞ് പോകുകയാണെന്നല്ല ഉദ്ദേശം. ഓക്കെ, കിട്ടായി. ഈ 5-6 ട്രിപ്പ് പറഞ്ഞാൽ 5 ട്രിപ്പ് വന്നാൽ തന്നെ 5-15 150 രൂപയായി. അത് നിമിഷ നേരം കൊണ്ടാണ്. അരമണിക്കൂറിനുള്ളിൽ 150 രൂപ അങ്ങനെ ആയി കിട്ടുകയാണ്. അരമണിക്കൂറും വേണ്ട, ഒക്കെ അടുത്തടുത്ത് തന്നെയാണ്. പക്ഷേ ഇതിപ്പോ അതൊന്നുമില്ല. ഇപ്പൊ ഞാൻ കൊണ്ടുവിട്ടതും ഉണ്ടാവലില്ല. പക്ഷെ എന്താ അവർക്ക് വേറെ ആരെയും കിട്ടിയത് ഇന്നുണ്ട്. ഞാൻ വീണ്ടും ലൈനിലേക്ക് തന്നെയാണ്. ലൈനിൽ അതൊരു കുടിസ് നിർത്തിയത്. ലൈനിലേക്ക് കുറച്ച് കഴിഞ്ഞാൽ വണ്ടികൾ പറയും. കാരണം എന്താ വെച്ചാല് പള്ളിയിലേക്ക് കുറച്ച് പേരൊക്കെ പോകില്ല. പിന്നെ ബാക്കി ഞങ്ങൾ കുറച്ച് പേരെ ഉണ്ടാവും. 1-2 ലോക്കലൊക്കെ നടത്തും കേട്ടോ. ഞാന് ഇപ്പൊ വന്നിട്ടുള്ളത് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ അടുത്തേക്ക്.
സ്റ്റാൻഡിന്റെ ബാക്കിൽ നിന്ന് എനിക്ക് ട്രിപ്പാ 30 രൂപ. പക്ഷെങ്കിൽ ഇതൊക്കെ നമ്മൾക്ക് ലാഭമുള്ള ഇനത്തിൽ കൂട്ടേ. ഇവിടെ വണ്ടികൾ തന്നെയല്ലോ ഇട്ടാലോ. ഇതാണോ വീട്ടിൽ പോയാലോ കൺഫ്യൂഷനായി. നമ്മളിപ്പോ ഹോസ്പിറ്റലിലേക്ക് ഒരു ട്രിപ്പ് പോയി, അവിടെ നിന്ന് നമുക്കൊരു ട്രിപ്പ് കൂടി കിട്ടി. അവിടെ വണ്ടി ഇല്ലല്ലോ. സമയം 1 മണി ആയിട്ടുള്ളൂ. വിശക്കണില്ല. അപ്പൊ പിന്നെ നമ്മൾക്ക് അങ്ങാടിക്ക് തന്നെ പോവാം. അങ്ങാടിക്ക് പോകണം, ഹോസ്പിറ്റലിന്റെ അടുത്ത് പോകണം. ഹോസ്പിറ്റലിന്റെ അവിടെ വണ്ടി ഇല്ല. പക്ഷേങ്കിൽ അവിടെ OP ടൈം കഴിഞ്ഞു. ഈ OP ടൈം കഴിഞ്ഞാൽ അവിടെ വല്ലാതെ ഓട്ടോ ഒന്നും ഉണ്ടാവില്ല. വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് വണ്ടി ഇല്ലാത്തത്. അപ്പൊ ശരി, അവിടേക്ക് പോകണം. നമുക്ക് നമ്മളെ സ്റ്റാൻഡിൽ തന്നെ പോകാം. നമ്മളെ സ്റ്റാൻഡിൽ നടക്കും. അങ്ങനത്തെ ഒരു മാർക്കിലോട്ട് നിന്നാൽ എനിക്ക് വലിയൊരു എന്താ പറയാ, ഉറപ്പിട്ടില്ല. ഇരിപ്പ് റെഡിയല്ല അറിയില്ല. ഉറച്ചിക്കാൻ ഇങ്ങോട്ട് തന്നെ പോരാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് ഒരു വെള്ളിയാഴ്ച ഒക്കെ വന്നാലേ ഞങ്ങളുടെ നാട്ടില് റോഡൊക്കെ കണ്ടോ ഭയങ്കര ക്ലീനായിരിക്കും. വണ്ടികളൊന്നും ഉണ്ടാവില്ല. ഈ നേരാകുമ്പോഴേക്ക് എല്ലാവരും പള്ളിക്കൊക്കെ പോയി സെറ്റ് ചെയ്യാൻ നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രം അങ്ങനെ റോഡ് കൂടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ നേരത്ത് സുഖകരമായിട്ട് യാത്ര ചെയ്യാം. വണ്ടിത്തിരക്കില്ലല്ലോ. ഏതായാലും ഞാൻ അങ്ങാടിയൊക്കെ എത്തിക്കണ്. ഈ വണ്ടിയിലുള്ള വണ്ടിയിൽ ഇതിൽ വേറെ ഏതായിട്ടുണ്ട്. ആ വണ്ടിയിലുള്ള ഇതിലൊന്നും ആൾക്കാരില്ല. ഞങ്ങൾ 3-4 ആൾക്കാർ ഇവിടെ ഉള്ളൂ. ഒരു നേരത്ത് അവിടെ ട്രിപ്പൊക്കെ ഉണ്ട് കേട്ടോ. പോണ്ടവർക്ക് പോവാം. പോട്ടെ ബാക്കിൽ നിന്ന് മാന്തിയില്ലേ? നല്ല ട്രിപ്പാണ്, പോയിക്കോളി. വീട്ടിലാണോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി? വണ്ടി കയറാനാ? എവിടെ സീറ്റ് കയറിയതല്ലേ? ഞാൻ കണ്ടിരിക്കുന്നു. വാ, സീറ്റ് കയറി. ചോറാണ്, ചോറ്. വാവ് ഇങ്ങോട്ട് വാവോ. ചെങ്ങൈമാരെ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇപ്പൊ സമയം ഇവിടെ 2:50 ആയിട്ടുണ്ട്. ഞാൻ 2:30ക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 2:30ക്ക് ഇറങ്ങി എനിക്കൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു. ഒരു 70 രൂപയുടെ ട്രിപ്പായിരുന്നു. അത് നമ്മളുടെ വീഡിയോ കാണുന്ന ഒരു ചേട്ടനാണ്, രാജേഷ് ചേട്ടൻ എന്ന് പറയും. അദ്ദേഹത്തിന്റെ അമ്മേനെ അവിടെ നിന്ന് എടുത്തിട്ട്, അതായത് എൻ്റെ നാടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു നാട്ടിലാണ്. അവിടെ നിന്ന് എടുത്തിട്ട് അമ്മേനെ എടുത്തിട്ട് ഒരു എന്താ പറയുക, ഒരു 3.5 കിലോമീറ്റർ അകലെ കൊണ്ടുവിടാനായിരുന്നു. അത് കൊണ്ടുവിട്ടു. പോകുന്ന പോക്കിൽ നമുക്ക് ഈ ഒരു HP പമ്പിൽ കയറാം. HP പമ്പിൽ കയറിയിട്ട് നമുക്കൊരു 250 രൂപയുടെ ഡീസൽ കിട്ടാം. ഇപ്പോൾ ഞാൻ ഡീസൽ അടിക്കാനാ. HP ഞാൻ സാധാരണ ഇതിനവരൊക്കെ അടിക്കല്. നമുക്ക് HP അടിക്കാം. HP അടിച്ചാൽ എന്താ. വീട്ടിലേക്കൊന്ന് വന്നതായിരുന്നു. ഞാൻ 1-2 ട്രിപ്പുകളൊക്കെ എടുത്തിട്ടോ. 2 ട്രിപ്പ് എടുത്തു. അതില് 2ാമത്തെ ട്രിപ്പ് കഴിഞ്ഞപ്പോ നമ്മുടെ പ്ലൈവുഡ് വന്നിക്കണെന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചു. ഇപ്പൊ തന്നെ വാങ്ങി കൊണ്ടുവന്ന് വെക്കാന്ന് കരുതി. ഞാൻ തന്നെയാണ് അതിന്റെ ഏകദേശം പണികളൊക്കെ എടുക്കുന്നത്. കാരണം നമ്മൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ എടുക്കാലെന്ന് എഴുതിയിട്ടാണ്. അപ്പൊ ഞാൻ പ്ലൈവുഡ് കട്ട് ചെയ്യണം. പ്ലൈവുഡ് കട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്റ്റാൻഡിലൂടെ ബാലേട്ടൻ ഉണ്ടല്ലോ. ബാലേട്ടനൊരു എന്താ പറയാ, കാർപ്പൻ്ററാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് അതിന് വേണ്ട കട്ടർ ഉണ്ട്. അപ്പൊ കട്ടർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കട്ടർ വാങ്ങിയിട്ട് കട്ട് ചെയ്ത് നാളെ കട്ട് ചെയ്യണം. ഇന്ന് കട്ടർ ഇട്ടാണെങ്കിൽ ഞാൻ ഇന്ന് രാത്രിയൊക്കെ കട്ട് ചെയ്യും, ഇല്ലെങ്കിൽ നാളെ കട്ട് ചെയ്യും. നാളെ കട്ട് ചെയ്തിട്ട് പിന്നെ അതിന് ഈ പറഞ്ഞ പോലെ വിജാഗുരിയൊക്കെ വെക്കാണ്ട്, ഇഞ്ചസ് ഒക്കെ വെക്കണം. അത് കൃത്യമായി പ്ലാൻ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ കട്ട് ചെയ്യുമ്പോൾ പാളാൻ വേണ്ടി പാടില്ല. ഒരു പ്ലൈവുഡ് പോയ അടുത്ത പ്ലൈവുഡ് വീട്ടില് പ്രയാസക്കാരം. അപ്പൊ അത് ശ്രദ്ധിക്കൊക്കെ വേണം. ഏതായാലും പ്ലൈവുഡ് കിട്ടിയാണ്. ബാക്കി പരിപാടികളൊക്കെ ഇങ്ങനെ തുടങ്ങിയോണ്ട് നിൽക്കണേ. ഒക്കെ സെറ്റാവുന്നു. അക്കപ്പോലെ അങ്ങാടിയിൽ അനാവശ്യ തിരക്ക്. ഓട്ടോ സ്റ്റാൻഡില് കാറുകളുടെ നീര. എവിടെ നിർത്തും വണ്ടി ചേരാ. അതോട് മാറ്റാൻ പറയേണ്ടത്. ചെങ്ങൈമാരെ ഇന്ന് ഉച്ച വരെ നമ്മൾ നല്ല കളി കളിച്ചതാണ്. നല്ല കളി എന്ന് പറഞ്ഞാൽ സാധാരണ കളിക്കുന്നതിനെക്കാട്ടി കൂടുതൽ കളി കളിച്ചു. കളി എന്ന് പറയുമ്പോൾ ഓട്ടോ ഓടി. ഉച്ചയ്ക്ക് ശേഷം പക്ഷെ ആ ഒരു എന്താ പറയാ, ആ ഒരു പ്രതീക്ഷ എല്ലാം നഷ്ടപ്പെട്ട മാതിരിയുള്ളൊരു ഓട്ടോ ആയിരുന്നു. വണ്ടികൾ തീരെ അനങ്ങുന്നില്ല. ഓട്ടം വളരെയധികം മോശമായി. ഉച്ചയ്ക്ക് ശേഷമായപ്പോൾ എന്താ പറ്റി അറിയില്ല. ഞാൻ രാവിലത്തെ ആ ഒരു പെട കണ്ടപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒരു 500 രൂപയ്ക്ക് ഓടാൻ വേണ്ടി പറ്റുന്ന രീതി വെച്ചെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം 500 രൂപയ്ക്ക് ഓടാൻ വേണ്ടി പറ്റിയില്ല.
ഒരു ലോക്കൽ വേണ്ട 30 റുപ്യൊക്കെ. അതും കഴിഞ്ഞ് അങ്ങാടിക്ക് തന്നെ പോവാണ്. ചെങ്ങൈമാരെ സമയം ഇവിടെ 6:10 കുറച്ച് നേരമായിട്ട് ഞാൻ ഷോട്ടുകളൊന്നും കാണിച്ചിട്ടായിരുന്നില്ല. ഞാൻ 3-4 ലോക്കലുകളൊക്കെ പോയി. ലോക്കലുകൾ പോവാന്ന് പറഞ്ഞാല് സ്റ്റാൻഡില് വണ്ടി വളരെയധികം കുറഞ്ഞു. ഇപ്പൊ കുറച്ച് നേരത്തിന് ഇപ്പൊ ചെല്ലുമ്പോ എന്താ അവസ്ഥ അറിയില്ല. എന്താ പറയാ, ഓട്ടം അത്യാവശ്യം നല്ല തിരക്കില്ലാത്ത രീതിയിൽ ലോക്കലുകൾ കിട്ടി. ലോക്കലുകൾ ഉണ്ടായിരുന്നു. ആ ഒരു ലോക്കലുകൾ കാരണം അങ്ങോട്ടും അങ്ങോട്ട് മണ്ടിപ്പാച്ചല്ലായിരുന്നു. ഏതായാലും അടിപൊളി. എന്താണ് നമ്മുടെ അങ്ങാടിന്റെ അവസ്ഥ ഒന്നുകൂടി നോക്കാം നമുക്ക്. റോഡിന്റെ ബ്ലോക്ക് തീർന്നിട്ടുണ്ട്. റോഡിൽ ബ്ലോക്ക് ആയിരുന്നു, ആ ബ്ലോക്ക് തീർന്നിട്ടുണ്ട്. സ്റ്റാൻഡില് വണ്ടി ഇപ്പൊ കുറച്ച് കൂടിട്ടോ. വണ്ടി ഇത്ര ഇല്ലായിരുന്നു. ആകെ 5 വണ്ടി 3 വണ്ടി 4 വണ്ടി ആ റേഞ്ച് ഉള്ളായിരുന്നു. വണ്ടി കുറച്ച് കൂടാൻ നല്ലൊരു 3-4 വണ്ടി കൂടിയില്ലെങ്കിൽ ഒന്ന് ചാവടിക്കാം. ഇനി ചാവടിക്കാം. ആ ഒരു തള നിന്നു, നല്ല തള ഉണ്ട്. നല്ല തള പറഞ്ഞാൽ വണ്ടി ഞാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ വണ്ടി തള്ളി കൊടുക്കണം. നമ്മളെ ഒരു ഏട്ടന്റെ വണ്ടിയാണ്, അപ്പൊ തള്ളി വെച്ച് കൊടുക്കണം. ഒരു വണ്ടി പോകുന്നുണ്ട്. ഒരു തിരക്ക് പെട്ടെന്ന് രൂപപ്പെട്ടുകൂടെ. ഏതായാലും അടിപൊളി. തള്ള എന്നിട്ട് ചാവടിക്കാം. ചെങ്ങന്മാരെ ഇപ്പൊ സമയം എന്ന് പറയുന്നത് 8 മണിക്ക് 5 മിനിറ്റ്. ഒരു കൂരാട് കിട്ടി. അപ്പൊ ഒരു കൂരാട് കഴിഞ്ഞിങ്ങനെ തിരിച്ചു പോവുകയാണ് വണ്ടൂരിലേക്ക്. കൂരാട് കിട്ടുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിരം ട്രിപ്പാട്ടോ. നമ്മള് ഫോൺ ട്രിപ്പ് ഉണ്ടല്ലോ, നമ്മൾ കൂരാട്ടിലേക്കുള്ള ആ ട്രിപ്പാണ്. അപ്പോൾ ഇത് ഈ നേരം വരെയൊക്കെ ഞാൻ കാണിക്കുക. രാത്രിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറിന്റെ ആ ഒരു സ്റ്റാൻഡിന്റെ ചെറുക്കിയും കാരണം വിഷ്വലിന് ക്വാളിറ്റി കുറവാണ്. ഇതിനൊക്കെ ഞാൻ ക്യാമറമാർ 2 വിരൽ വെച്ചാണ്ടാണ് ഇപ്പോൾ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇനി സ്റ്റാൻഡിലേക്ക് പോകണില്ല, ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനിയിപ്പോ അവിടെ പോയിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ 8 മണിയായില്ല. ഒരു 9 മണിയാകുമ്പോഴേക്കും ചിലപ്പോൾ ട്രിപ്പ് ഒന്നും കിട്ടുക. അതിന് അതിനൊക്കെ നല്ലത് അപ്പൊക്കെ നേരെ വീട്ടിൽ പോയിട്ട് വേഗം എഡിറ്റിങ്ങോ കഴിച്ച് ചോറും തിന്ന് കിടന്നുറങ്ങും. അതാവും നന്നാവും. മുട്ടായിയോ? മുട്ടായി ഇതിലൊന്നുണ്ട് കേട്ടോ. 1 ഉറുപ്പിയുള്ളൂ. പൈസ അല്ല മുത്തശ്ശിയ. അപ്പോൾ വീട്ടിൽ എത്തിക്കണം. നമ്മൾ വീട്ടിൽ എത്തിയ സമയം 8:25. ഇവിടെ ആകെ ആകെ അലമ്പാക്കി വെച്ചിരിക്കണ്. എന്ത് വരക്കണേ? ഐസ്ക്രീമോ? കുട്ടി പഠിക്കണോണ്ട് ഓളെയും കാട്ടി കൂടുതൽ പഠിക്കണത് ചിന്നുവാണ്. എന്താ വരക്കലും ഒരുപാട് പണിയാട്ടോ LKG കുട്ടികൾക്കൊക്കെ. പക്ഷെങ്കിലും ഓരെ കൊണ്ട് കഴിയാത്തതാണ്. അത് അമ്മമാർ ചെയ്യണം, രക്ഷിതാക്കൾ ചെയ്യാം. എന്താ ചെയ്യാ? കുതിരാവില്ല. ഞാൻ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ 2 3 4 4 4.5 5 ഇത് 500 ആയിട്ടോ. 1 2 3 4 5 6 7 570 ഉണ്ട് ഇത് മൊത്തം. ഇതിങ്ങനെ 570 ഉണ്ട്. ഉച്ചവരെ നമ്മൾ 500 റുപ്യക്ക് ഓടിയത് വേണം. അപ്പം നമ്മൾ 1070 റുപ്യക്ക് ഓടി. ടൈറ്റില്ല ഐസല്ല. എനിക്കും വേണ്ട, അമ്മച്ചിക്ക്. അമ്മച്ചിക്ക് അച്ഛമ്മക്കും കൊടുത്തോ കേട്ടോ. പശുവിനെ പോറ്റിച്ച് ഇവിടെ ഒന്നും വരക്കാൻ വെക്കാത്ത നമ്മളൊക്കെ ഇന്നെപ്പോലത്തെ കുറച്ചൊക്കെ ഉണ്ട്. കഴിവ് ഇന്ന് എല്ലാത്തിനും കഴിവുണ്ടോ? കഴിവുണ്ട്. ഇന്നെ കഴിവില്ലേ? ഇല്ല. എല്ലാതും കുറച്ചേക്കാരാ പൊട്ടിച്ചേരാം. ഈ വീഡിയോ അതിൻ്റെ പൈക. ഓക്കെ, ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ ഓക്കെ.